الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على النبي الأمين وعلى آله وصحبه أجمعين. അമ്മാ ബഅദ്. ബഹുവന്യരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ ഘടകമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുമ്പോഴാണ് മനസ്സിന് ശാന്തതയുണ്ടാകുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ സ്മരിച്ച് ജീവിക്കുമ്പോഴാണ് മനസ്സിന് ശാന്തതയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിക്കേണ്ടത്, അവനെ സ്തുതിക്കേണ്ടത് അത് നമ്മുടെ കടമയല്ലേ? ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തൻ്റെ യജമാനനായ ഉമയ്യത്ത് എന്നവർ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ വെച്ച് നെഞ്ചിനുമേൽ പാറക്കല്ല് കയറ്റി വെച്ചപ്പോഴും അവിടുന്ന് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്നാണ് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഒരു ഉറുദു കവി പാടി വെക്കുന്നത്, ഓ ഫിൽ ഖുദാ കേ യാദ് സേ ഓ ഫിൽ ഹോനെ കബീ യാദേ ഖുദാ ഹേ അസ്ലേ സാദത് യഹീ കേ ജീം. ദുന്യവിയായ ആഗ്രഹങ്ങളിൽ, ദുന്യവിയായ കാര്യങ്ങളിൽ നീ ശ്രദ്ധ കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ ഓർക്കാൻ നീ മറന്നു പോകരുത്. കാരണം എന്താ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത്, ആത്മീയ സമാധാനമുണ്ടാകുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും ഹിജ്റ പോകുന്നതിനിടെ 3 ദിവസം സൗർ ഗുഹയിൽ താമസിക്കുന്നുണ്ട്. ആ സമയത്താണ് ഖുറൈശികൾ അവരെ അന്വേഷിച്ച് വരുന്നത്. ആ സമയത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, അവരിലൊരാളൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നബിയെ നമ്മെ കാണൂല നബിയേ. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കേണ്ട സിദ്ദീഖേ, സങ്കടപ്പെടാനല്ല സിദ്ദീഖേ, കാരണം ഇന്നല്ലാഹ മഅനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ സദാ സമയത്തുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന ഇൻദ ളന്നി അബ്ദി ബി വ അന മഅഹു ഹീന യദ്കുറുനി. എൻ്റെ അടിമ വിചാരിക്കും പോലെയാണ് ഞാനുണ്ടാവുക. എൻ്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവനോട് പെരുമാറുക. വ അന മഅഹു ഹീന യദ്കുറുനി. അവനെന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ, അവനെന്നെ ഓർത്തു കഴിഞ്ഞാൽ
അവരോട് കൂടെ ഞാനുണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുബിതങ്ങളും സ്വഹാബത്തും ജീവിച്ചതുപോലെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സമാധാന ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.